ഹലോ എവരി വൺ. ഇഷ്ബിഗോ ക്രോണിക്കിൾസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ. യുഎഇയിലെ ജോബ് റിലേറ്റഡ്, ട്രാവൽ റിലേറ്റഡ്, അതേപോലെ ഫാമിലി വിശേഷങ്ങളൊക്കെ അറിയാൻ എന്റെ ചാനൽ ഇഷ്ബിഗോ ക്രോണിക്കിൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൗൺ ടൗൺ, ദുബായ് ഡൗൺ ടൗണിലുള്ള റോഡ അൽ മുറൂജ് എന്ന അപ്പാർട്ട്മെന്റിലേക്കാണ്. നാട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ ഫാമിലി ഒക്കെ ഒരു വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ദുബായ്, അബുദാബി എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. 15 ഡേയ്സിനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അബുദാബി ഏകദേശം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരെ ദുബായിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന അബുദാബിയാണ്. അപ്പൊ ദുബായിൽ നമുക്കൊരു സ്റ്റേ വേണം. അങ്ങനെയാണ് ഞങ്ങൾ അൽ മുറൂജ് അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുന്നത്. അത് ബുക്ക് ചെയ്തു ഓൾറെഡി. ഇപ്പൊ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് ദിവസം നമ്മൾ ദുബായിൽ ഉണ്ടാവും. നമ്മളൊരു പുതിയ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുമ്പോൾ മെയിൻ ഒരു കൺസേൺ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റേ കണ്ടുപിടിക്കലാണ്. ആക്ച്വലി കുട്ടികളും കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ നല്ലൊരു സ്റ്റേ കണ്ടുപിടിക്കൽ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഈ ടൂർ ഒക്കെ പോകുമ്പോൾ. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഇവര് നാട്ടിൽ നിന്ന് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ കൺസേൺ അത് തന്നെയായിരുന്നു. ദുബായ് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യും? കാരണം അബുദാബി ടു ദുബായ് ഒരു 1.5 hours ട്രാവൽ ഉണ്ട്. അപ്പൊ ഡെയിലി പോയി വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എവിടെ ഒരു സ്റ്റേ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ദുബായ് മാളിന്റെയും ബുർജ് ഖലീഫന്റെയും അടുത്ത് ഒരു സ്റ്റേ കിട്ടുമെന്നായിരുന്നു ആദ്യം ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദുബായ് വേൾഡിലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ അതിലെ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ ഏരിയ ആണ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുമല്ല നമ്മുടെ കൂടെ 8 ആൾക്കാരുണ്ട്. കുറച്ച് വലിയ ടീമാണ്. അപ്പൊ നമുക്ക് സ്റ്റേ കണ്ടുപിടിക്കലായിരുന്നു ഞങ്ങളുടെ മുമ്പിലെ ഏറ്റവും വലിയ ദൗത്യം. അതേപോലെ തന്നെ സ്റ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഏരിയ വേണം. അതേപോലെ ദുബായ് മാളിന്റെ, ഞാൻ പറഞ്ഞ പോലെ ദുബായ് മാളിന്റെ ഒക്കെ അടുത്താണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയൊക്കെ നോക്കിയാണ് കുറെ കഷ്ടപ്പെട്ടു. കാരണം കുറെ തപ്പേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയത് നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ 2 അഡൽസിനെയും ഒരു കുട്ടിക്കും മാത്രമാണ് അലൗ ചെയ്യുക ഇവിടെ പൊതുവെ. അപ്പോ നമ്മൾ ആക്ച്വലി 8 പേരുള്ളത് കൊണ്ട് 4 റൂം എന്തായാലും മിനിമം വേണം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എയർബിഎൻബി പോലെയുള്ള അപ്പാർട്ട്മെന്റ്സ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പാർട്ട്മെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു, ഇപ്പൊ ഞങ്ങൾ എടുത്ത അപ്പാർട്ട്മെന്റ് റോഡ അൽ മുറൂജ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ്. അവിടെ 3 റൂം ഉണ്ടാവും. അതേപോലെ കിച്ചൺ ഉണ്ടാവും, ഹോളും. നമുക്കൊരു വീട് പോലെ തന്നെ താമസിക്കാനും അതേപോലെ ഇടപഴകാനുമുള്ള സ്പേസ് എല്ലാം ഉള്ള ഒരു ഇതാണ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തത് 3 bedroom അപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് ഞങ്ങളുടെ കൂടെ 3 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് ചൂസ് ചെയ്തു. അപ്പൊ കുട്ടികൾ കളിക്കാനാണെങ്കിലും ഒക്കെ ഒരു സ്പേഷ്യസ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഇപ്പോ വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. കാരണം ഫുഡിനൊക്കെ ഇവിടെ അപ്പാർട്ട്മെന്റ് നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തത്, നൂണിന് ഓർഡർ ചെയ്യുക ചെയ്തത്. കാരണം നമ്മൾ പകലൊന്നും അധികം നിൽക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഫുൾ കറക്കമായിരുന്നു. അപ്പൊ രാത്രി ഒന്ന് കിടക്കാൻ മാത്രമാണ് അപ്പാർട്ട്മെന്റിൽ ആക്ച്വലി വന്നത്. ആ സമയത്ത് നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നൂണൊക്കെ വഴി ഓർഡർ ചെയ്യുക ചെയ്തത്. ഈ അപ്പാർട്ട്മെന്റിന്റെ പുറത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിഭീകരാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇപ്പൊ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം വൈകുന്നേരമൊക്കെ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ട്, അതേപോലെ താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം വൈകുന്നേരം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തായിരുന്നു, ഇങ്ങനെ കറക്കമായിരുന്നു. പക്ഷേ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൈകുന്നേരമൊക്കെ അവിടെ നിന്ന് അതെല്ലാം ഒന്ന് ആസ്വദിക്കണം. പക്ഷെ ഞങ്ങള് ഒട്ടും പാഴാക്കിയില്ല. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ മോർണിംഗ് ഒക്കെ നമ്മൾ അവിടെ പോയി. പക്ഷെ അപ്പോഴൊക്കെ വെയിലുണ്ടായിരുന്നു. അതൊരു പ്രോബ്ലം ആയി. കാരണം നമുക്ക് അവിടെ കണ്ടിട്ട് അങ്ങോട്ട് പോവാതിരിക്കാനും പറ്റുന്നില്ല. ലേറ്റ് ആയി വന്ന് ഉറങ്ങുന്നതുകൊണ്ട് രാവിലെ എണീക്കാനും ലേറ്റ് ആയി. അപ്പൊ നമ്മളൊരു 8:30 9 നമ്മളെ പൂളിലേക്കൊക്കെ പോയത്. സുനിലേട്ടനൊക്കെ നീന്തുന്നത് കണ്ടില്ലേ? പുറകിൽ കാണുന്നത് ബുർജ് ഖലീഫയാണ്. അപ്പോ ബുർജ് ഖലീഫേന്റെ തൊട്ട് താഴെ തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ബുർജ് ഖലീഫ കണ്ടുകൊണ്ട് നമുക്ക് എന്താ പറയാ, കുളിക്കാനും കഴിക്കാനും ഒക്കെ അവസരമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഉണ്ട്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും അതേപോലെ ജിം ഉണ്ട്. നമുക്കിപ്പോ ജിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജിമ്മിന് പോവാം. അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾ ടൂർ പോകുമ്പോൾ കുറച്ചധികം ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുക്കുന്നതായിരിക്കും റൂംസ് സെപ്പറേറ്റ് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക്